സംവിധായകൻ ദീപു കരുണാകരനെതിരെ നടി അനശ്വര രാജന്റെ പരാതിയിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചർച്ചയ്ക്ക് വിളിച്ച് AMMA. ഇന്റർവ്യൂകളിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചാണ് സംവിധായകൻ ദീപു കരുണാകരനെതിരെ അനശ്വര പരാതി നൽകിയത്. 8-ാം തീയതിയാണ് ഇരുവരെയും ചർച്ചയ്ക്ക് വിളിച്ചത്. സോഷ്യൽ മീഡിയയും യൂട്യൂബ് ചാനലുകളും വഴി അപകീർത്തിപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ നിയമപരമായി നേരിടും എന്നാണ് അനശ്വര ഫേസ്ബുക്കിൽ കുറിച്ചത്. അനശ്വര ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് എന്തിനാണെന്ന് അറിയില്ലെന്നും ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കാമെന്നും ദീപു കരുണാകരൻ മീഡിയ വണ്ണോട് പറഞ്ഞു. പ്രൊഡ്യൂസർ അമ്മയായിട്ട് സംസാരിച്ച് ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ മീറ്റിംഗിൽ നമ്മൾ രണ്ടുപേരുടെയും ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിരിഞ്ഞത്. അതിനുശേഷമാണ് പോസ്റ്റ് വന്നത്. അപ്പൊ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. അതിന്റെ വേറെ പടങ്ങളുടെ റിലീസ്, പിന്നെ ഞാൻ എന്റെ കോ പ്രൊഡ്യൂസറും കൂടെ ആയിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഹാൻഡ് ഓവറും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഡിലേ ആയി. സിമ്പിൾ ആയിട്ടൊരു ഫാക്ടർ, ഒരു ഇന്റർവ്യൂല് നമ്മുടെ സിനിമ സമരം റിലേറ്റഡ് ആയിട്ടൊരു ഇന്റർവ്യൂയുടെ കാര്യം പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ ആർട്ടിസ്റ്റുകളുടെ സൈഡിൽ നിന്നും ഉണ്ടാവുന്ന ദുരനുഭവങ്ങളിൽ ഒരു അനുഭവം ഇങ്ങനെയായിരുന്നു പറഞ്ഞു. അപ്പൊ പലരും എടുത്തങ്ങനെ ക്ലിയർ അപ്പ് ആക്കിയതാണ്. മനസ്സിലായില്ലേ? മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, എന്തായിരുന്നു അനശ്വരയുടെ പരാതിക്ക് കാരണം? വിഷയത്തിൽ AMMAയുടെ ഇടപെടൽ എന്താണ്? ദീപു കരുണാകരൻ എന്താണ് പറയുന്നത്? മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു അഭിമുഖത്തിലാണ് സംവിധായകൻ ദീപു കരുണാകരൻ നടി അനശ്വര രാജനെതിരെ ചില പരാമർശങ്ങൾ നടത്തുന്നത്. പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സഹകരിച്ചില്ല എന്നടക്കമുള്ള ചില പരാമർശങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പിന്നീട് ഈ വിഷയത്തിൽ ഫെസ്കയും അമ്മയും ഇടപെട്ട് ഒരു ചർച്ച വിളിക്കുകയും മാർച്ച് 8-ാം തീയതി ഇരുപക്ഷത്തെയും കേൾക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇന്ന് വൈകുന്നേരം അനശ്വര രാജൻ ഈ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുന്നത്. താൻ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുവെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷനുകളിൽ, സിനിമയുടെ പ്രൊമോഷനുകളിൽ എല്ലാത്തരം തനിക്ക് പറ്റുന്നത്ര രീതിയിൽ ഭാഗഭാക്കായിട്ടുണ്ട് എന്നുമുള്ള വിശദീകരണമാണ് നൽകിയത്. പക്ഷെ എന്തുകൊണ്ടാണ് ദീപു ഈ രീതിയിലുള്ള പ്രതികരണം നടത്തിയത് എന്ന് അറിയില്ല എന്നുമുള്ള വിശദീകരണം ഫേസ്ബുക്കിൽ കൂടി അനശ്വര രാജൻ പങ്കുവെക്കുകയായിരുന്നു. തുടർന്ന് ഈ വിഷയത്തിൽ ദീപുവിന്റെ പ്രതികരണം തേടുമ്പോഴാണ് നിലവിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടെന്നും അവിടെ തനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമെന്നും ദീപു കരുണാകരൻ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സമവായ ചർച്ച രണ്ട് സംഘടനകൾ കൂടിച്ചേർന്ന് തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തിനാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വിവാദം സൃഷ്ടിച്ചത് എന്നത് അറിയില്ല എന്നും ദീപു വിശദീകരിക്കുന്നുണ്ട്. അതേസമയം സിനിമാ സമരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. ഈ അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയപ്പോൾ മറ്റു ചിലർ ഇതിനെ വിവാദമാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നും ദീപു പറയുന്നുണ്ട്. ഏതായാലും മാർച്ച് 8-ാം തീയതി ഈ വിഷയത്തിൽ രണ്ട് സംഘടനകൾ, സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട രണ്ട് സംഘടനകൾ അമ്മയും ഫെസ്കയും ചേർന്ന് ഈ വിഷയത്തിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആ മീറ്റിംഗിൽ ഇക്കാര്യങ്ങൾ ചർച്ചയാകും. ഇരുവരും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കി കാണണം. ഏതായാലും സിനിമ ഈ മാസം അവസാനത്തോടെ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്യാനിരുന്ന, ഷൂട്ടിംഗ് പൂർത്തിയാക്കി റിലീസ് ചെയ്യാനിരുന്ന പടമായിരുന്നു. പക്ഷെ മറ്റു സാങ്കേതിക തടസ്സങ്ങൾ മൂലം റിലീസ് നീളുകയായിരുന്നു. റിലീസുമായി ബന്ധപ്പെട്ട് ഈ വിഷയം വീണ്ടും ചർച്ചയാകുമ്പോൾ സിനിമാ ലോകം ഇതിനെ കൗതുകത്തോടെ നോക്കി കാണുകയാണ്.